പലവിധങ്ങളായ രോഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്നു. മാനസിക രോഗം, ശാരീരിക രോഗം, സാമ്പത്തിക രോഗം, ദാമ്പത്തിക രോഗം, ഇങ്ങനെ പോകുന്നു രോഗങ്ങളുടെ നീണ്ട പട്ടിക. ഇതിലൊരു രോഗമത്രേ ആത്മീയ രോഗം. ആത്മീയ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ആത്മീയത്തിൽ ജീർണാവസ്ഥയുണ്ടാകുന്നു. ഇത് തിരിച്ചറിയുന്നവരുണ്ട്. എന്നാൽ തങ്ങളുടെ ജീർണാവസ്ഥ അറിഞ്ഞിട്ടും അതിൽ തുടരുന്നവർ ധാരാളവുമുണ്ട്. ഇങ്ങനെയുള്ള ആത്മീയ രോഗത്തിന് ഒരു സ്പിരിച്വൽ ഹീലിംഗ്, ആത്മീയ രോഗശാന്തി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു ദൈവപൈതലിൻ്റെ ആത്മീയ നിലവാരം ഉയർന്ന തലത്തിലെത്താൻ ദൈവം നൽകിയിരിക്കുന്ന മാർഗമാണ് ആത്മീയ രോഗശാന്തി. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണനിലവാര നിയന്ത്രണ പരിപാടി പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ആത്മീയ നിലനിൽപ്പിന് ഉയർന്ന തലത്തിലുള്ള ആത്മീയ നിലവാരം ആവശ്യമാണ്. നമ്മുടെ ആത്മീയ നിലവാരത്തിൻ്റെ മാനദണ്ഡം ദൈവത്തിൻ്റെ വചനവുമാണ്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നുവച്ചാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ആത്മീകൻ തന്നെ വിവേചിക്കുകയും തൻ്റെ ആത്മീയ നിലവാരം മെച്ചപ്പെടുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയും ചെയ്യുന്നു. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചതിങ്ങനെ, 139 സങ്കീർത്തനം 23 വാക്യം, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. ഇന്ന് പലർക്കും ശാരീരികവും സാമ്പത്തികവുമായ സൗഖ്യം മാത്രം മതി. ഇത് മാത്രം വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾ ഇന്ന് ആത്മീയ ലോകത്തിൽ ധാരാളമായി ഉണ്ട് താനും. എന്നാൽ ഹൃദയത്തെ വിവേചിക്കുന്ന ദൈവവചനത്തിൻ്റെ കാതലായ ആത്മീയ സന്ദേശങ്ങൾ നൽകുന്നവർ തുലോം ചുരുക്കമാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് ഏറെ ആവശ്യമായിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഹീലിംഗ് അഥവാ ആത്മീയ രോഗശാന്തിയാണ്. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 29 18 വാക്യം, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ചെയ്യും. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, നമ്മിലെ ആത്മീയ ബധിരത പൂർണ്ണമായും മാറി കേൾക്കേണ്ട ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാനിടയാകണം. 2, നമ്മിലെ ആത്മീയ അന്ധത പൂർണ്ണമായും മാറി കാണേണ്ട ആത്മീയ വെളിപ്പാടുകൾ കാണുവാനിടയാകണം. അതിനാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടിയത്. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിലെ സകല ആത്മീയ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ കാതുകളെയും അങ്ങയുടെ മഹത്വം കാണുവാൻ എൻ്റെ കണ്ണുകളെയും തുറക്കണമേ. എന്നിലെ ആത്മീയ നിലവാരം അങ്ങ് ആഗ്രഹിക്കുന്ന ഉയർന്ന തലത്തിലെത്താൻ അങ്ങ് സഹായിക്കണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.